ഇന്ത്യക്ക് വേണ്ടിയാണല്ലോ കളിക്കാൻ പോണത്. അപ്പൊ നമ്മൾ കളിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ കളിക്കുന്നില്ലെങ്കിൽ ഭയങ്കര ബോറടിയാണ്. ഓഫ് ദ ഫീൽഡ് എന്ത് ചെയ്യാം, ക്രിക്കറ്റ് ചിന്തിക്കാനൊന്നും ഇല്ല. പിന്നെ അപ്പൊ ഞങ്ങള് ഒരു ഡിസിഷൻ എടുത്തെന്ന് വെച്ചാൽ ന്യൂസിലാൻഡിൽ എന്തോ പോയപ്പോ അവിടെ തന്നെ കാർ ഹയർ ചെയ്ത്. അപ്പൊ അവിടെ നമ്മുടെ റെന്റിങ് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എവിടെ പോയാലും ആദ്യം അവിടെ കാർ ഓൺലൈൻ ഹയർ ചെയ്യും. എന്നിട്ട് ഹോട്ടലിൽ ബാഗ് വെച്ചിട്ട് നേരെ നമ്മൾ കാർ എടുക്കാൻ പോകും. എന്നിട്ട് ടൂർ സമയം ഫുള്ള് ആ കാർ നമ്മുടെ കൂടെ കാണും. അപ്പൊ നമ്മള് കറങ്ങി തോന്നിയ സ്ഥലത്തൊക്കെ പോയി നല്ല അത് നമ്മള് കളിക്കാനാണ് പോകുന്നത്. പക്ഷെ കളിപ്പിക്കുന്നില്ല, ഇനി ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ കാർ പിന്നെ അല്ലാതെ നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസൻ സാറിനെ പോലെ കിട്ടിയതങ്ങ് തകർക്കുക. നമ്മുടെ വഴിക്ക് വന്നില്ല, വന്ന വഴിയെ പോയി. പിന്നെ നമ്മള് ബ്രോ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അതെ, തീർച്ചയായിട്ടും. അത് ഉള്ള സമയം നമ്മളെ എത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് എൻജോയ്. അങ്ങനെ ട്രാവൽ പ്ലാൻസ് എല്ലാം ഉണ്ടോ? ഇനി ഓഫ് സീസണിലൊക്കെ ഇടയ്ക്ക് മുങ്ങാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എവിടോട്ടാണെന്ന് ആർക്കും ഒരു ഐഡിയയും കൊടുക്കാതെ മുങ്ങാറുണ്ട്. ഇനി മുങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? അതാകുമ്പോ ഓഫ് സീസൺ നമുക്ക് തപ്പാവല്ലോ. അത് ശരിയാണ്. മുങ്ങുന്നത് ഭയങ്കര വെറൈറ്റിയാണ്, റിലീഫാണ്. റിലീഫ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നമ്മളിപ്പോ ട്രെയിനിങ് ക്യാമ്പ് ഇപ്പൊ കഴിഞ്ഞ് അപ്പോൾ കഴിയണവരെ തോന്നൂല. മൈൻഡ് ഇങ്ങനെയാണല്ലോ, ഇന്ന് എന്തൊക്കെ ചെയ്യണം, നാളെ ഇന്ന് പ്രാക്ടീസ് അത് ചെയ്യണം, ട്രെയിനിങ് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇന്ന് വൈകിട്ട് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി നാളെ മുതൽ ഒന്നും ചെയ്യാനില്ലല്ലോ, ശരി ഇന്ന് രാത്രി തന്നെ അങ്ങ് വിട്ടേക്കാം. ഇങ്ങനത്തെ ഒരു പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ആൾക്ക് കുറച്ച് ഞെട്ടൽ, ഇപ്പോഴോ എങ്ങോട്ട് പാസ്പോർട്ട് എടുത്തോന്നൊക്കെ പറയും. അപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ ഇപ്പഴാ? ഞാൻ പറഞ്ഞ ഞാൻ എടുത്തേക്ക്. അപ്പൊ ആദ്യമൊക്കെ കുറച്ച് ആൾക്ക് ചാരുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ കാട്ടി ആദ്യം റെഡിയായി തുടങ്ങി. പാസ്പോർട്ട് എടുക്കട്ടില്ലേ? ഞാൻ ഇന്നലെ കൊച്ചിയിൽ വരാൻ പറഞ്ഞപ്പോഴും പറയുന്നുണ്ട് പാസ്പോർട്ട് എടുക്കണോ. ആ വഴി എങ്ങോട്ടാ അറിയാമല്ലോ, കൊച്ചി വഴി എങ്ങോട്ടാ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആണ്. സഡൻ ആയിട്ട് പെട്ടെന്ന് തോന്നും എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ, അങ്ങനെ ഇങ്ങനെ. അപ്പൊ കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ട്രാവലിന്. അപ്പോഴാണ് മനസ്സിലായി ട്രാവൽ ചെയ്യേണ്ടവർക്ക് വരെ. സത്യം. അത് കഴിഞ്ഞപ്പോ പിന്നെ നിന്നിട്ടില്ല, നാട്ടിൽ നിൽക്കണ കുറവാണ്. അങ്ങനെ ഓടി കടന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്നിടത്തോളം കാലം ട്രാവൽ ചെയ്യുക എന്നുള്ളതാണല്ലോ പറയുന്നത്. ഉറപ്പായിട്ടും അത്രയും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഏജും ഈ ഒരു എനർജിയും മാക്സിമം എൻജോയ് ചെയ്യണമല്ലോ. ഈ സമയത്ത് തോന്നിയതൊക്കെ നല്ലതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യണം. ലൈഫിനെ കാണുന്ന അങ്ങനെയാണോ? നമ്മൾ നിൽക്കുന്ന മാക്സിമം സമയം നമ്മൾ എൻജോയ് ചെയ്യുക, അതാണോ ലൈഫ് എന്ന് പറയുമ്പം? പലവർക്കും പലതായിരിക്കും. എൻ്റെ എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ക്രിക്കറ്റും എൻ്റെ ഫാമിലിയും വൈഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി സമയമൊക്കെ എന്തായാലും അടിച്ചു പൊളിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ ലൈഫിനെ കാണുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും പല പല റൂൾസ് ഉണ്ടാവും, പല ശരിയും തെറ്റും കാണും. അപ്പോൾ എൻ്റെ ശരിയും തെറ്റും ഞാൻ ആ രീതിയിലാണ് നോക്കുന്നത്. ഞാൻ ഇപ്പോൾ എനിക്കിത് ശരിയായിട്ട് തോന്നി, നാട്ടുകാർക്ക് തെറ്റാൻ തോന്നി, ഞാൻ എന്തായാലും അത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ലൈഫ് നമ്മുടെ ആണല്ലോ. അതെ, തീർച്ചയായും. ബ്രോനും അങ്ങനെ അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ ലൈഫ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്.